ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐനൂസ് കിച്ചൻ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കാം. അപ്പം നമ്മൾ ഇതിനായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ആദ്യം 4 കപ്പ് തേങ്ങയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ 2 കപ്പ് ശർക്കരയും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് രണ്ടും ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ ആദ്യം നമ്മൾ തേങ്ങയാണ് പൊടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു 4 കപ്പ് തേങ്ങ നിങ്ങൾ ഒരുമിച്ചിട്ട് പൊടിക്കരുത്. കാരണം ഇത് ഒരുപാട് ടൈം പൊടിക്കാൻ എടുത്തു കഴിഞ്ഞാല് ഇതിൽ നിന്ന് ആ തേങ്ങ പാല് പുറത്തു വരും. അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ 2 കപ്പ് തേങ്ങയോളം ഇട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് രണ്ടാമത് 2 കപ്പ് കൂടി ഇട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ശർക്കരയും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയാണ് ശർക്കര നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെ 2 ടൈമായിട്ടിട്ട് ശർക്കര പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ശർക്കര മെൽറ്റായി അടിയിൽ കയറിയിട്ടങ്ങ് സെറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ശർക്കരയും അതുപോലെ തന്നെ തേങ്ങയും 2 ടൈമിലായിട്ടിട്ട് നല്ലതുപോലെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശർക്കര ഒന്ന് മെൽറ്റ് ആവാനായിട്ട് ഞാൻ വെച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ തന്നെ തേങ്ങയിലേക്ക് ഇട്ട് ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നത് മണ്ണ് പൊടി കാണുമെന്ന് കരുതിയിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു വെച്ചു കൊടുക്കാം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കുകയോ കരിയോ എന്തെങ്കിലും ചെയ്യും. അപ്പം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമ്മൾ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. 1/2 കപ്പ് ടു 1/4 കപ്പ് നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ 3-4 ടേബിൾ സ്പൂൺ പാൽപ്പൊടികൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങളടുത്ത് പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് 1 കപ്പ് പാലെടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുത്തോളൂ. അപ്പൊ ഇപ്പൊ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും അതിന്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അപ്പോഴത്തേനും നമ്മളിവിടെ ശർക്കര പാനിയാക്കാൻ വെച്ചിരുന്നത് നല്ല പാനിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം മൊത്തം പറ്റിപ്പോകുന്ന രീതിയിൽ വേണം അത് പാനിയാക്കി എടുക്കാൻ. കാരണം അതിനകത്ത് നമുക്ക് നല്ല തിക്കായിട്ട് വേണം നമ്മൾ അത് എടുക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് വെള്ളം ഒട്ടും തന്നെ പാടില്ല. അപ്പൊ അതുകൊണ്ട് വെള്ളം ഫുള്ള് പറ്റിപ്പോട്ടെ. ഇപ്പൊ നമ്മുടെ പാല് ഇവിടെ നന്നായിട്ട് തന്നെ കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പം കുറച്ച് ടൈം നമ്മൾ ഇട്ട് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം. അപ്പൊ പെട്ടെന്ന് തന്നെ തിളയ്ക്കുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യരുത്. ഈ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിക്കുന്നതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കി എടുക്കണേ. ഈ ഒരു പാലിന്റെ മിക്സ് ആണ് ഇതിൽ സ്പെഷ്യൽ ആയിട്ടൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ നന്നായിട്ട് തന്നെ അത് കുറുക്കി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്തോട് വെച്ചു കൊടുക്കാം. നമ്മുടെ പാലം നമ്മൾ കുറുക്കിയോടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ നമുക്ക് ടേസ്റ്റ് നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടുമല്ലോ. ഇപ്പം പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേനും 2 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യ് നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോഴത്തേനും നമ്മൾ അവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള നമ്മളുടെ തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്ക് ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. ഹൈ ഫ്ലെയിം ആക്കി വെക്കരുത്, നമ്മുടെ തേങ്ങ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ 3-4 മിനിറ്റ് ഇട്ട് നമുക്ക് ഇതിനെ ഒന്ന് എന്താണ് അതിന്റെ ആ ഒരു വെള്ളം ഒക്കെ പറ്റി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഒരു 3-4 മിനിറ്റ് മാത്രം മതി നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ വറുത്തെടുക്കണം. അതിൽ കൂടുതൽ ടൈം ഇട്ട് അതിന്റെ കളർ ഒന്നും മാറ്റി കളയരുത്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 4 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ മിക്സിയിൽ പൊടിച്ചിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നല്ല ശർക്കരയാണ്, മണ്ണൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതിനാണ് നല്ലത്. അപ്പൊ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മണ്ണ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ട് ആ ഒരു ടൈമിൽ നിങ്ങൾ എന്തായാലും മണ്ണുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ വെച്ച് മെൽറ്റ് ആക്കിയതിനു ശേഷം അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോ നേരത്തെ മെൽറ്റ് ആക്കി വെച്ചതൊന്ന് അരിച്ചതാണ് കേട്ടോ. അരിച്ചിട്ട് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് തന്നെ ഇതിലൊന്ന് സെറ്റായി വരണം. നല്ല ഇളക്കി കൊടുത്ത് ഒന്ന് സെറ്റായി വരട്ടെ. ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ തന്നെ അതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ഇനിയും അതിലിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാനുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ സെറ്റ് ആയിട്ടില്ല.
ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാൻ പഞ്ചസാരയിലാണ് പൊടിച്ചു ചേർക്കുന്നത്, അതുകൊണ്ട് ഏകദേശം 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏലക്ക മാത്രമാണ് പൊടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പാലിന്റെ മിക്സ് ആണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പാൽ എടുത്താലും മതി, 1/4 കപ്പ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. 1/4 കപ്പാണ് നമ്മൾ കുറച്ച് നേരം കൂടി ഇട്ട് പറ്റിച്ചെടുക്കണം. അപ്പം ഈ ഒരു പാലും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ഇതെല്ലാം പറ്റി സെറ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൈമും കൂടെ ഒന്നിട്ട് പറ്റിച്ചെടുക്കണം. പറ്റി ഇതിനകത്ത് ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു പാലിന്റെ അംശം നന്നായിട്ട് പറ്റിയെന്ന് തോന്നുമ്പോൾ മാത്രമേ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ഞാൻ കുറച്ച് കാഷ്യൂസ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു ഇത് കഴിക്കുമ്പോൾ ഇതിനിടയിൽ ഈ കാഷ്യൂസും കൂടെ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ കാഷ്യൂസും കൂടി ഇട്ട് കൊടുത്തത്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നന്നായിട്ട് തന്നെ അതിന്റെ ഈ ഒരു പാലിന്റെ അംശമൊക്കെ നല്ല രീതിയിൽ പറ്റി വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ഒരുപാട് വെള്ളത്തിന്റെ അംശം ഇല്ലാതിരുന്നാൽ മാത്രമേ ആ ശർക്കര നന്നായിട്ട് തന്നെ പിടിച്ചു മുറുക്കിയിട്ട് ഇതൊന്ന് സെറ്റ് ആയിരിക്കുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കര ലൂസ് ആയിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാലിലൊക്കെ നന്നായിട്ട് പറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഒന്നിട്ട് അത് പറ്റിച്ചെടുക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. നമുക്ക് എന്താണ് തണുപ്പില്ലാതെയും കഴിക്കാം, തണുപ്പ് വേണമെന്നുള്ളവർക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഒരു മോൾഡാണ്, ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു മോൾഡ് എടുത്താണ്. നിങ്ങളുടെ ഏത് പാത്രമാണോ ഉള്ളത് ആ രീതിയിൽ എടുക്കാം. നിങ്ങൾക്ക് നെയ്യ് കുറച്ച് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് നിന്ന് തട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യ് വെച്ചിട്ട് അങ്ങ് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഇനി ഈ മോൾഡിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഫുള്ള് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കണം, കറക്റ്റ് ലെവലാക്കി നമ്മൾ ലെവൽ ചെയ്തെടുക്കണം. സ്ക്വയർ ആയിട്ടുള്ള പാത്രം വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ആക്കാം. ഇപ്പൊ നമ്മൾ ഇത് റൂം ടെമ്പറേച്ചറിലേക്ക് വെക്കുകയാണ്. ഇത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തന്നെ സെറ്റായി വരണം. ഇപ്പൊ നമ്മൾ ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പിന്നെ കഴിക്കാൻ നേരം തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് 1 മണിക്കൂറോളം നമുക്ക് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ എന്റെ ചൂടൊക്കെ മാറി സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. സൈഡൊന്ന് നമ്മൾ കത്തിയങ്ങളും കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ പാത്രത്തിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമ്മുടെ ബട്ടർ പേപ്പർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ ഇവിടെ ഒട്ടിപ്പിടിക്കാതെ വീണ് കിട്ടും കേട്ടോ. അപ്പം ഇപ്പൊ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇത് ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്ന ഒരു ഐറ്റം ഒന്നുമല്ല, നല്ല എന്താണ് ഈ ഒരു ശർക്കര ഇതിൽ പിടിച്ച് നല്ല മുറുക്കി വെക്കും, അല്ലാതെ ഭയങ്കര കട്ടിയുള്ള ഒരു ഐറ്റം ഒന്നുമല്ല. പക്ഷെ തിന്നാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പൊ നമ്മളിത് ഫുള്ള് കുറെ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോലെ. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം, ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.